മലയാള സിനിമാ ലോകത്ത് അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അപർണ ബാലമുരളി. 2015 പുറത്തിറങ്ങിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് അപർണ ബാലമുരളി എത്തുന്നത്. പിന്നീട് മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ജിൻസി എന്ന കഥാപാത്രം താരത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു മികവുറ്റ ഒരു വഴിത്തിരിവായി മാറി. സിനിമ വൻ വിജയമാവുന്നതോടുകൂടി താരവും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നാലെ മലയാളത്തിന് പുറമെ തമിഴിലും തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖ നടിമാരിൽ ഒരാളായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു അപൂർവ നേട്ടം കൂടി മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തെ തേടിയെത്തി. ഫോബ്സ് ഇന്ത്യ പുറത്തിറക്കിയ 30 വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് അപർണ ബാലമുരളി. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകളൊക്കെ പരിഗണിച്ചിട്ടാണ് അപർണ ബാലമുരളിയെ ഫോബ്സ് ഇന്ത്യ തങ്ങളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തത്. ധനുഷ് നായകനായിട്ടുള്ള തമിഴ് ചിത്രം രായൻ, ആസിഫ് അലിയോടൊപ്പം അഭിനയിച്ച കിഷ്കിന്ധാ കാന്തം എന്നിവയുൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ പ്രകടനമാണ് ഫോബ്സ് പരിഗണിച്ചത്. എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലെ വിജയികളിൽ ഒരാൾ കൂടിയാണ് അപർണ ബാലമുരളി. ദേശീയ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള നടി ഇപ്പോൾ കൂടുതൽ രസകരവും നർമ്മവും ഒക്കെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ്. 30 വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ നടനായിട്ടുള്ള രോഹിത് സറഫ്, ഫാഷൻ ഡിസൈനർ നാൻസി ത്യാഗി തുടങ്ങി നിരവധി പേരുണ്ട്. മാത്രമല്ല ചെസ്സ് കളിക്കാരനായ ഡി ഗുഗേഷും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫോർബ്സ് ഇന്ത്യ വർഷം തോറും 30 വയസ്സിന് താഴെയുള്ള പ്രമുഖ വ്യക്തിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൽ സംരംഭകർ, ഇൻഫ്ലുവൻസർമാർ, ഡിസൈനർമാർ തുടങ്ങി ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയ നിരവധി മേഖലകളിൽ നിന്നുള്ള വ്യക്തികളെയാണ് ഫോബ്സ് ഈ പട്ടികയിലേക്ക് പരിഗണിക്കുന്നത്. മുരളിയുടെ പടം പങ്കുവച്ചുകൊണ്ട് ഫോബ്സ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ കുറിച്ചിരിക്കുകയാണ്. എന്തായാലും നടിയുടെ ജീവിതത്തിലെ വൻ വിജയമാണ് ഈ ഒരു സംഭവം.